വചനവീതിയിലേക്ക് സ്വാഗതം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 22-ാം അധ്യായം 22-ാം വാക്യം. ദാവീദ് ഭവനത്തിൻ്റെ താക്കോൽ അവൻ്റെ തോളിൽ ഞാൻ വച്ചുകൊടുക്കും. അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയോ അവൻ അടച്ചാൽ ആരും തുറക്കുകയോ ഇല്ല. ദാവീദ് ഭവനത്തിൻ്റെ താക്കോൽ ദൈവത്തിൻ്റെ കാലാകാലങ്ങളിൽ നിറവേറ്റപ്പെടുന്ന ദൈവത്തിൻ്റെ നിറസാന്നിധ്യത്തെക്കുറിച്ച് പറയുക. രക്ഷാകര പദ്ധതി മുഴുവൻ ദൈവം പരിപാലിക്കുന്ന ദൈവമായിട്ട് കൂടെയുണ്ടെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഈ താക്കോലിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് പറയുക. ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിക്ക് നീ നിന്നെ തന്നെ വിട്ടുകൊടുക്കുമ്പോഴുണ്ടാകുന്ന പ്രത്യേകത പറയുക. അവൻ അടച്ചാൽ പിന്നെ ആരും തുറക്കത്തില്ല, അവൻ തുറന്നാൽ പിന്നെ ആരും അടയ്ക്കത്തില്ല. നിൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥകൾ എന്തൊക്കെയാണെങ്കിലും, നീ ജീവിതത്തിൽ നേരിടുന്ന യാഥാർത്ഥ്യങ്ങൾ എന്തൊക്കെയാണെങ്കിലും വചനം ഇപ്രകാരമാണ് സൂചിപ്പിക്കുക: നിൻ്റെ ദൈവം നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ പിന്നെ ഒരു ശക്തിക്കും അതിൽ യാതൊരു മാറ്റങ്ങളും വരുത്താനായിട്ട് സാധിക്കുന്നില്ല. നിൻ്റെ ദൈവം ഇടപെട്ടാൽ അത് ഇടപെട്ടത് തന്നെ ആയിരിക്കും നിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി. പിന്നെ വേറെ ഒരു തിന്മയുടെ ശക്തികൾക്കായിട്ട് മറ്റു ബാഹ്യശക്തികൾക്കായിട്ട് ഒന്നിനും അവിടെ പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കത്തില്ല. ഒരു ശക്തികൾക്ക് നിന്നെ വിട്ടുകൊടുക്കാൻ സാധിക്കാത്ത രീതിയിൽ നിൻ്റെ ദൈവം നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. അങ്ങനെ ഒരു ദൈവത്തിലാണ് നീ ആശ്രയം വയ്ക്കേണ്ടത്. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലവനായ കർത്താവേ, ഈ വ്യക്തിയെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുക. എന്നും ശക്തിയോടുകൂടി നിൽക്കുന്ന, എല്ലാത്തിൻ്റെ മേൽ അധികാരമുള്ള നിന്നിൽ പരിപൂർണമായിട്ടും ആശ്രയിക്കുവാനായിട്ട്, ആ ബോധ്യത്തിൽ എന്നും നിലനിൽക്കുവാനായിട്ട് ഈ വ്യക്തിയെ നീ സഹായിക്കണമേ. ആമേൻ.